നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറുമായുള്ള കൂട്ടുകച്ചവടം പൊളിഞ്ഞതിന്റെ രാഷ്ട്രീയ പക മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലായത് കാരണം അതുവഴി നടക്കുന്ന സ്വർണ്ണക്കടത്തുകൾ പിടിച്ചെടുക്കുന്നതെല്ലാം മലപ്പുറത്തിന്റെ വിലാസത്തിൽ ചേർക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്വർണ്ണക്കടത്തെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവരുന്നുവെന്നും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിന്റെ പിന്നിലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അങ്ങനെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കണം. അല്ലാതെ ഒരു എം.എൽ.എയുമായുള്ള രാഷ്ട്രീയ വേരത്തിന്റെ പേരിൽ ഒരു ജില്ലയെ മൊത്തം അടച്ചാക്ഷേപിക്കരുത്. അൻവർ എന്ന വ്യക്തിക്ക് നേരെ പക തീർക്കുന്നതിന് എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ. അൻവറിനെ തള്ളിപ്പറയാൻ CPM-ന് എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ അൻവർ എന്ന വ്യക്തിയല്ല, അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെയൊക്കെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്തിന് ഒളിച്ചോടുന്നുവെന്നും ചെന്നിത്തല ചോദിക്കുന്നു. അതേസമയം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിൽ സംസാരിച്ച പി.വി. അൻവർ എം.എൽ.എ. മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ വലിയ ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചു. RSS-മായി ചേർന്ന മുഖ്യമന്ത്രി ഒരു സമുദായത്തെ അപരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും അൻവർ പറയുന്നുണ്ട്. CPM ആണ് ഹിന്ദുത്വ ശക്തികളെ ഏറ്റവും ശക്തമായി നേരിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മലപ്പുറം ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളുള്ള സ്ഥലമാണെന്നാണ് മുഖ്യമന്ത്രി ദേശീയ പത്രത്തോട് പറഞ്ഞത്. ഈ വാർത്ത നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. സദുദ്ദേശപരമാണോ ഇത് ദുരുദ്ദേശപരമാണോ? പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് പരിശോധിച്ച് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം. ഒരു സമുദായത്തിന് മേൽ കേസുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ലെന്നാണ് അൻവർ പറയുന്നത്. ഏതായാലും മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല മലപ്പുറം ജില്ലയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കണം. ഇനി മലപ്പുറം ജില്ല ലക്ഷ്യമാക്കി രമേശ് ചെന്നിത്തല പോവുക കൂടി വേണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. മലപ്പുറം ജില്ലയിൽ ഒന്ന് പോയി മത്സരിച്ച് നോക്കിയാൽ അറിയാം രമേശ് ചെന്നിത്തല ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കാരണങ്ങളൊക്കെ, പറയപ്പെടുന്ന ഈ കാരണങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഫലപ്രാപ്തിയിലെത്തുമോ എന്ന്.